It's in my chest. Got me feeling some kind of way. I confess the rhythm. എങ്ങോട്ടാണ് പോകുന്നത്? സമയത്തിന് ഇറങ്ങിയില്ല പക്ഷെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ ഒട്ടും ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വിശേഷങ്ങളെല്ലാം പറയാം. അന്ന് നിങ്ങളുടെ ഇതിന്റെ ടെക്നോളജി ഇങ്ങനെ സ്റ്റേഡിയം. ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താൻ ആരാന്ന്. ഇത് ഗായത്രി, ശ്രീലക്ഷ്മി, ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണത് മഞ്ജു, ഇപ്പുറത്തെ ആർത്തിയുണ്ട്. അപ്പൊ നമ്മള് 5 പേര് കൂടിയിട്ടാണ് പോണത്. അപ്പൊ നമ്മളൊക്കെ എന്നാണ് പരിചയപ്പെട്ടത് എന്ന് ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയുണ്ടാവില്ല. ഞങ്ങള് എല്ലാരും ശ്രീനാരായണയിലാണ് പഠിച്ചത്. സ്കൂളിൽ തൊട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് എന്നാണ് പരിചയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ഇതറിയില്ല. 9th ആയപ്പോഴത്തേക്കും ഇവര് ശ്രീലും മഞ്ജു നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു. അങ്ങനെയാണ് അപ്പോഴാണ് നമ്മളെല്ലാരും ഫ്രണ്ട്സ് ആയത്. പക്ഷെ നമുക്ക് അതിന് മുമ്പ് എല്ലാവർക്കും കൂടെ അറിയായിരുന്നു. It's in my chest. Got me feeling some kind of way. I confess the rhythm takes over. No room to rest. My heart's dancing. മാരാരിക്കുളം എത്തിയപ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഇനി ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ എന്നാണ് ഗൂഗിൾ മാപ്പ് പറയണത്. അയ്യോ ഇനിയിപ്പോൾ ഇതങ്ങോട്ട് പോകും. സ്ട്രെയിറ്റ് പോവോ ലെഫ്റ്റ് പോവോ? ഒക്കെ ലെഫ്റ്റ് പോവാം, അതായിരിക്കും റൈറ്റ്. നമ്മളങ്ങനെ അതിവിദഗ്ധമായിട്ട് ഒരു ഊട് വഴിയിലൂടെ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് നമ്മൾ പോയത്. പക്ഷെ ചെന്ന് ഒരു ഇടവഴി ചെന്ന് ഇനി അതിനകത്ത് കാറ് പോയിട്ട് ഒരാളെ പോലും പോകാൻ പറ്റാത്ത സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. അവിടുന്ന് കഷ്ടപ്പെട്ട് മഞ്ജുവിന്റെ ഡ്രൈവിംഗ് സ്കിൽസ് കൊണ്ട് നമ്മൾ വളച്ചെടുത്തിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ വീണ്ടും വന്ന വഴി തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്തി ഗൈസ്. അങ്ങനെ ഫൈനലി കുറേ നേരം ഓരോ സ്ഥലത്തൊക്കെ പോയി വഴിയൊക്കെ തെറ്റിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷാർപ്പ് 11 മണിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. 12:30 ഇതിനകത്ത് 11 മണിയായിട്ടുള്ളൂ. ഇതില് 11. അതാണ് 11 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് സെറ്റ് ചെയ്ത് ഇറങ്ങിയതാ. ഓക്കെ, അപ്പൊ നമ്മൾ ഇറങ്ങിയിട്ട് സ്റ്റേക്കേഷന് പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ട് നമ്മൾ കുറേ റിസോർട്ടുകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ ഐറാമാരാരി. ഇത് ആലപ്പുഴയിലാണ് ഉള്ളത്. നമ്മളെല്ലാവരും ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ട്രിപ്പൊക്കെ അടിക്കാം എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാനിങ്. എങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ആലപ്പുഴയിലേക്ക് അങ്ങോട്ട് പോയി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറായിട്ടുണ്ട്. പുറത്തൊക്കെ അടിപൊളിയല്ലേ? നമ്മൾ ഇവിടുന്ന് ഒരു ട്രഡീഷണൽ ഫോട്ടോഷൂട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാവുമെന്ന് അറിയില്ല, പക്ഷേ നമ്മൾ എല്ലാവരും റെഡിയാകാൻ പോവാ. അപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ട് ഇനി വരാം. റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സാരി കൊടുത്ത് സെറ്റായി. അപ്പോൾ ശ്രീലുമാണ് നമുക്കിന്ന് എല്ലാവർക്കും സാരി കൊടുത്ത് നോക്ക്. This crazy life we live, we all need someone to hold, a friend to light the way when the world starts to unfold. Through all the ups and downs, the highs and lows we share, we'll stick together, ride or die, let's show we really care. Through thick and thin, you've been there by my side. അങ്ങനെ ഞങ്ങളുടെ സാരി ഉടുത്തുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. നമ്മളപ്പോൾ ബീച്ചിൽ പോകാൻ റെഡിയായി. എല്ലാവരും ഇതിലോട്ട് വരാമോ? എല്ലാവരും ഇങ്ങോട്ട് വന്നേ. നമ്മൾ പോവാൻ റെഡി ആയിട്ടുണ്ട്. സോ ഇനി ബീച്ച് വെച്ച് കാണാം. ഞാനും രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ? പറഞ്ഞില്ല തെണ്ടി.
അവിടെ ചെന്നപ്പോ തന്നെ ഞങ്ങൾക്ക് അറിയാം വിസ്മൃത എടുത്തേ എനിക്ക് അറിയാം. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും സെയിം ഡ്രസ്സാണ്. ഇതിട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടത്. ഞെട്ടി. നിങ്ങൾക്ക് അങ്ങോട്ട് വെട്ടം കിട്ടില്ല, ഞങ്ങൾക്ക് വെട്ടം കിട്ടില്ല. നിന്നെ മാത്രം കിട്ടിയാൽ മതിയോ? ഒരു ഡോഗ് ഫ്രണ്ടിൽ ഇരിക്കുന്നു നമുക്ക് വേണ്ടി. എന്ത്? ഞാൻ വിചാരിച്ചു എന്നെയാന്ന്. ഒരു ഡോഗ് ഫ്രണ്ടിൽ ഇരിക്കുന്നു എന്നെയല്ല ഗൈസ്, അവിടെ ഫ്രണ്ടിൽ ഒരു ഡോഗ് ഉണ്ട്, അതിനെയാണ് പറ്റി. അത് മാറുന്നില്ലല്ലോ. ഹോണടിച്ചേ. ഇവിടുന്ന് നമ്മൾ മാരാരി ബീച്ചിലാണ് പോണേ. സോ ഇവിടുന്ന് മാരാരി ബീച്ച് വരെ എത്ര ടൈം ഉണ്ട്? 7 minutes. ഓക്കെ ബോസ്, 7 minutes ആണ് ഉള്ളത്. അപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. യെസ്, നീ അവിടെ ചെന്നിട്ട് അടുത്ത വേഷം വേഷം കിട്ടുന്ന അവിടെ ചെന്നിട്ട് വേഷം കെട്ടുണ്ടാവും. ഫുഡ് നമ്മള് വരുന്ന വഴിക്ക് കഴിക്കാമെന്നാണ് അവർ തട്ടുകട. പക്ഷെ ഇങ്ങോട്ട് ഈ ഇതുള്ളൂടി. ഞങ്ങളുടെ ഇന്നത്തെ ഫുൾ ഡ്രൈവിംഗ് സ്കില്ലും ഇറക്കിയതും മഞ്ജുവാണ്. മഞ്ജു ഒരു പ്രോ ഡ്രൈവറാണ്. അതുപോലെ ഞങ്ങളെ സേഫ് ആയിട്ട് കൊണ്ടുപോകുന്നു, വേറൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒന്നും കളിക്കട്ടെ, വരെ കിട്ടാ മതി. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യണത്. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ലാസ്റ്റ് ടൈം ബീച്ചിൽ പോയത് എപ്പോഴാണെന്ന് വെച്ചാൽ 10th പഠിക്കുന്ന സമയത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട്, പക്ഷെ ബീച്ചിൽ പോയിട്ടില്ല. അപ്പം ഈ ഒരു ഇത് എഡിറ്റ് ചെയ്യണ സമയത്ത് എനിക്ക് അന്ന് പോയതിൻ്റെ കുറേ മെമ്മറീസൊക്കെയാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും വീടുകൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഒന്നുമില്ല, ഏകദേശം അടുത്തൊക്കെ തന്നെയായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒരു ഔട്ടിങ്ങിനൊക്കെ പോകണമെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഗ്യാങ്ങായിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ നെയ്ബേഴ്സ് തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് വരിക എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് ബ്ലെസ്സിങ് അല്ലേ. ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ പോയത് ഫുഡ് അടിക്കാനായിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കർമുറ ഐറ്റംസ് എല്ലാം മേടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ രാത്രി 12 മണിയായി. നമ്മളെല്ലാവരും ഉറങ്ങാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു ജലദോഷം, തുമ്മൽ, കാര്യങ്ങളൊക്കെ പനി വരുന്നുണ്ടെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ കിടന്നിനി ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ എല്ലാവരും റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. നാളെ രാവിലെ കാണാം ഗൈസ്. ഗുഡ് നൈറ്റ്. എല്ലാവരും നല്ല ടയേർഡായിരുന്നെങ്കിലും ആർക്കും ഉറക്കം വരുന്നുണ്ടായില്ല. പിന്നെ നമ്മളൊരു ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ കാണുന്നതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കാനുണ്ട്. നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ തൊട്ട് ഈ ഒരു ടൈം വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അപ്ഡേറ്റ്സ് ആക്കി. സോ ആ ഒരു ഗ്യാപ്പൊന്നും നമുക്കൊരിക്കലും ഫീൽ ചെയ്യില്ല. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഉറങ്ങിയപ്പോൾ ഒരു 3-3:30 സംതിങ് ആയിട്ടുണ്ടായി. പിന്നെ എനിക്കുള്ള രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരുന്നു. ചുറ്റിനും മരങ്ങളും ചെടികളും പിന്നെ ആ ഒരു തറവാടിൻ്റെ ഒരു വൈബും ഒക്കെ അടിപൊളിയായിരുന്നു. ഈ അമ്മയുടെയാണ് ഈ വീട്. അപ്പോൾ അമ്മ രാവിലെ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരുമായിരുന്നു. ഇവിടെ കുളത്തിൽ കുറേ മീനുകളുണ്ട്, അപ്പോൾ അതിനൊക്കെ നമ്മൾ തീറ്റ കൊടുത്തു. പിന്നെ കുറേ മരങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ അവക്കാഡോ, മാംഗോസ്റ്റിനും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരുമായിരുന്നു. ഒരു 12-12:30 ആകുമ്പോൾ നമുക്ക് ഇന്ന് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഒന്ന് ഫ്രഷായി അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞത്. ഗൈസ്, നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പം ഇവിടുത്തെ സ്ഥലമൊന്നും മര്യാദ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിത് ഇപ്പോൾ ഇത് മുഴുവനും കാണിച്ചു തരാം. ഇവരിവിടെ ഇങ്ങനെ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് റൂംസൊക്കെ പണിതെടുത്തതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നുള്ളതിനും കാണാം. ഞങ്ങൾ താമസിച്ച റൂമൊക്കെ റീസെൻ്റ് ആയിട്ട് അവരെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു തറവാടിനകത്തും റൂമുണ്ട്, അത് കാണാനാണ് നമ്മളിപ്പോൾ പോണത്.
ഇതിന്റെ ജാഗരിയൊന്നും അല്ല അതൊക്കെ നോക്കിയേ തേക്കിടന്നാൽ തിരിയണത് കണ്ടോ ഒരു ബാത്റൂം കൂടെ ഉണ്ട് ലൈറ്റ് ഉണ്ട് ഉണ്ടോ? ഈ പടികൾ കയറിയാൽ നമുക്ക് മച്ചിലെത്താൻ പറ്റും. അവിടെ ഒത്തിരി പഴയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീടിൻ്റെ മേളിലുള്ള ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് കയറണത്. അപ്പോൾ ശ്രീല് പറയുമായിരുന്നു അവളുടെ പണ്ടത്തെ വീട്ടിൽ ഇതേപോലെ മച്ചും അറയും ഒക്കെ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ ഇതേപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അതൊക്കെ ഫസ്റ്റ് ടൈമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മള് മണ്ണില് തൊട്ടില്ല എന്ന് പറഞ്ഞാണ് ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. അത്ര താഴ്ന്നു പോയി. വേറെ രണ്ട് ഊഞ്ഞാലും കൂടി ഉണ്ട്. വേറെ രണ്ട് ഊഞ്ഞാലുണ്ട്. അത് നമ്മളെ ട്രഡീഷണൽ പണ്ടത്തെ ടൈപ്പ് ഊഞ്ഞാലാണ് ഉള്ളത്. അതിലെ ഫോട്ടോസും ഇതൊക്കെ വേറെ നമ്മള് ഇൻസ്റ്റഗ്രാമില് ഇത് കാണുന്ന എല്ലാവരും ഇൻസ്റ്റഗ്രാമും കൂടെ ഫോളോ ചെയ്യണം ഗൈസ്. ഞങ്ങളുടെ പുതിയ ഷോർട്സ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് കാണുന്നവര് കുറവായിരിക്കും, ഇൻസ്റ്റഗ്രാമിൽ കൂടുതലായിരിക്കും. കണ്ടവര് ഷോർട്സ് കണ്ടിട്ടില്ലെങ്കിൽ ഷോർട്സ് കാണണം. നമ്മളത്രയും കഷ്ടപ്പെട്ടെടുത്താണ്, നിങ്ങൾ കാണാൻ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ മഞ്ജുവിനെ കൈ വേദന എടുക്കുന്നതിനാൽ ഞങ്ങൾ ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേറ്റോട്ടെ. ഇതിനുമ്പ് പറഞ്ഞ പോലെ ശാന്തിയും സമാധാനവും പച്ചപ്പും ഹരിതാപവും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഞാനൊരു വലിയ സംഭവം അല്ലേ. ഇവിടെ ഓരോ റൂമിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ താമസിച്ച ഈ ഒരു റൂമിൻ്റെ പേര് മന്ദാരം എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു TV ഉണ്ട്, ഇവിടെ ഒരു മ്യൂറൽ വാൾ പെയിൻറ്റിങ് അല്ലെന്ന് തോന്നുന്നു, എന്തൊരു ഇതൊക്കെ ഉണ്ട്. എന്താണ് നിങ്ങൾ തുറന്നേ. നമ്മൾ ഈ ഒരൊറ്റ റൂമായിരുന്നു എടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനൊരു കട്ടിലിട്ട് വന്നു, ഇവിടെ ഒരു ബെഡ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടേക്കാണ് നമ്മൾ കിടന്നത്. അതായിരിക്കും ഒരെണ്ണത്തിൻ്റെ കാല് തട്ടി. ഞങ്ങളുടെ എല്ലാവരുടെയും കാല് ഈ ഒരു സാധനത്തിൻ്റെ അകത്ത് തട്ടിയിട്ടുണ്ട്. അതെ, ഈ മഞ്ജുവിൻ്റെ ഇപ്പം ഇന്നത്തെ രണ്ടാമത്തെ പ്രാവശ്യമാണ് തട്ടണത്. എൻ്റെ ഇന്നലെ ഒരെണ്ണം ഓൾറെഡി തട്ടിക്കഴിഞ്ഞു. ഇന്നലെ ഞാൻ തട്ടിയായിരുന്നു. അപ്പോൾ ഓപ്പൺ ബാത്റൂം ആണ് ഇത്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യേണ്ട ടൈമായി. നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാണ്. ഈ കുറച്ച് സമയം കൊണ്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് ഒരുപാട് നല്ല മെമ്മറീസ് കിട്ടി. എങ്ങനെയാണോ നമ്മൾ ആ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നേരെ എന്റെ വീട്ടിലേക്ക്. അന്നത്തെ ആന്റി ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സ്റ്റേക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയല്ലോ. സൂപ്പർ അടിപൊളി അമേസിംഗ് ഫണ്ടാസ്റ്റിക്. മര്യാദക്ക് പറയ്. ഒരു സേഫ്റ്റി കൺസേൺ ഒന്നുമില്ല. നമുക്ക് ചെന്നപ്പോ തൊട്ട് ഭയങ്കര ഒരു സേഫ് ഫീലിംഗ് ഉണ്ടായി. ലെഫ്റ്റ് ഞങ്ങൾ വ്ളോഗ് ചെയ്തോണ്ടാവുന്നത്. Sunrise to starlight, day to night. Nature's canvas unfolding so grand. ഹായ് ഗൈസ്, അപ്പം ഞങ്ങള് വിസ്മയുടെ വീട്ടിൽ തിരിച്ചെത്തി. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ആൻറ്റി ഉണ്ടാക്കി തന്ന ഫുഡൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു. അപ്പൊ സ്റ്റേക്ക് അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇനി വീട്ടിൽ പറഞ്ഞിട്ട് പോകാനുള്ള ധൃതി കിടക്കണേ. അപ്പൊ ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഗൈസ്, നമ്മൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. സോ ഇത്രയും നേരം ഈ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ബൈ.